All welcome to the next video of Bright to Success. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് +1 അക്കൗണ്ടൻസി എക്സാം +1 അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ വൈസ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ക്രിസ്മസ് എക്സാമിന് 7 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു 7 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എല്ലാം കൂടി പഠിക്കുമ്പോഴാണ് 7 ചാപ്റ്റർ ഉണ്ട്, ക്രിസ്മസ് എക്സാമാണ്. നമ്മൾ എന്തായാലും ക്രിസ്മസ് എക്സാം നമ്മൾ പബ്ലിക് എക്സാമിന് പഠിക്കുന്നത് പോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 7 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഷുവറായിട്ട് 100% ഷുവറായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഞാൻ പറയുന്ന ചാപ്റ്റർ വൈസ് ഞാൻ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചാൽ 100% ആയിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് തന്നെ പഠിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കാമല്ലോ, എന്താണ് ടീച്ചർ പറഞ്ഞ് വന്നില്ല, അത് അല്ലെങ്കിൽ ഫേക്ക് ആയിരുന്നു എന്ന് പറയാമല്ലോ. കാരണം അത്രയ്ക്ക് ഉറപ്പാണ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമേ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എക്സാം അല്ലേ, അവർക്കും കൂടിയിട്ട് ഹെൽപ്ഫുൾ ആവട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമുക്കറിയാം, അക്കൗണ്ടിങ് നമ്മൾ +1 അക്കൗണ്ടൻസി എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് സബ്ജക്റ്റ് വരെ കേൾക്കുന്നത് ആദ്യമായിട്ടല്ലേ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ പഠിക്കേണ്ടത് എന്തായിരിക്കും, എന്താണ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഇസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡെഫിനിഷൻ ഉണ്ടല്ലോ. ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ 2 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 മാർക്കിനുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇപ്പം പോയി പഠിക്കും. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി പഠിക്കുക കേട്ടോ. കാരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് എക്സ്പ്ലനേഷൻ തന്നെ എഴുതണം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാവും. 4 മാർക്കിൻ്റെതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് എക്സ്പ്ലനേഷൻ തന്നെ എഴുതണം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. 4 എണ്ണം ഉണ്ടല്ലേ. അപ്പം 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഇവിടെ പറഞ്ഞ പോലെയാണ് 4 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതാം. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ പോയിന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ള കുറച്ച് ടേംസ്. ഇപ്പം ലയബിലിറ്റി എന്താണ്, റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, അസറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് ആദ്യം പഠിക്കുന്നത് തന്നെ ഇവിടെയാണല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ബാധ്യതയുണ്ട് ഓർഗനൈസേഷനിൽ. ഒരു പ്രൊപ്രൈറ്ററിനോ ഉള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ബാധ്യതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. അസറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാണും, മെഷീനറി കാണും, അതുപോലെ തന്നെ ഫർണിച്ചർ കാണും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണുമല്ലോ. അപ്പം അല്ലെങ്കിൽ ആ മെഷീൻ ആ ഒരു ഓർഗനൈസേഷൻ്റേതായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻസ് ക്യാഷ് വാല്യൂ ഉള്ളത്. ഓർഗനൈസേഷനിൽ ഉള്ള സാധനങ്ങൾക്ക് ഏത് സാധനങ്ങൾക്കാണോ വാല്യൂ ഉള്ളത് അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, അതുപോലെ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ലയബിലിറ്റിയുടെ കുറച്ച് ക്ലാസിഫിക്കേഷനും കൂടിയിട്ട് നമ്മളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പറയുന്നത് കേട്ട് വിഷമിക്കേണ്ട. പബ്ലിക് എക്സാം ആവുന്ന ടൈമിൽ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ചാപ്റ്റർ 2. ആദ്യത്തെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായല്ലോ. ദെൻ ചാപ്റ്റർ 2 വന്നിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് GAAP എന്താണ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അതിൻ്റെ ഡെഫിനിഷൻ 2 മാർക്കിന് എഴുതാൻ പഠിച്ചു വെക്കാം. ദെൻ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പിന്നെ പഠിക്കാനുള്ളതാണ് കുറച്ച് അസംഷൻസ് ആണ് നമുക്ക് ഇനി ആ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അല്ല ഏറ്റവും കൂടുതൽ ഒരുപാട് അസംഷൻസ് 12 അസംഷൻസ് എന്തോ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് അസംഷൻസ് പറയാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ദെൻ നെക്സ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ദെൻ നെക്സ്റ്റ് എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്, ഡു ആസ്പെക്ട് കോൺസെപ്റ്റ്, മാച്ചിങ് കോൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ 6 എന്നാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ 6നെ പറ്റിയിട്ട് നിങ്ങൾക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ 1 മാർക്കിന് എന്താണ് മാച്ച് ദ ഫോളോയിങ് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 1 മാർക്കിൻ്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഈ 6 എണ്ണം എന്തായാലും ഷുവറായിട്ട് എന്താണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. IFRS
ഓക്കെ, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, ഡെഫിനിഷൻ അല്ല ഫുൾ ഫോം പഠിക്കുക. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് GST എന്ന് പറയുക, അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് GST പഠിക്കുക. ഓക്കെ, എന്താണ് IGST, നമുക്ക് ഒരുപാടുണ്ടല്ലോ, 3 ടൈപ്സ് എന്തോ ഉണ്ട്. 3 മാർക്കിന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് പഠിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് 3ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ വന്നിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ഇതാണല്ലേ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കും, അത് പഠിക്കണം. അതെന്തായാലും 5 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് പഠിക്കുക കേട്ടോ. ദെൻ ജേർണൽ എൻട്രീസ് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ജേർണൽ എൻട്രീസ്, നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസിന് മുമ്പായിട്ട് വീഡിയോ ചെയ്യാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കേണ്ട ഷുവർ ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് അത് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജേർണൽ എൻട്രീസ് പഠിക്കുക. ദെൻ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റ് എന്താ, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അത് നമുക്ക് കുറച്ച് റൂൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് കേട്ടോ, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട്. പബ്ലിക് എക്സാം ആയിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് വീഡിയോ ഇടായിരുന്നു, ഇപ്പോൾ പെട്ടെന്നായതുകൊണ്ടാണ് അത് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ചാപ്റ്റർ 4, അഡ്വാൻറ്റേജ് ഓഫ് സ്പെഷ്യൽ ജേർണൽ അഡ്വാൻറ്റേജസ്. ദെൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കണം, പിന്നെ പ്രിറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം, 4ാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് ഇംപ്രസ് സിസ്റ്റം. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്കുമായിട്ട് ബേസ് ചെയ്ത് വരുന്നതാണ് ഇംപ്രസ് സിസ്റ്റം. അതിനും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പെറ്റി ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും ആയിരിക്കും നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് 2 പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇംപ്രസ് സിസ്റ്റം, അതുകൊണ്ട് കോൺട്രാ എൻട്രി എന്താണ് പഠിക്കുക. കോൺട്രാ എൻട്രിയുടെ ജേർണൽ എൻട്രിയുടെ വീഡിയോ ഒരുമിച്ചാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം കോൺട്രാ എൻട്രിയും കൂടെ ചേർന്ന് വരുന്നു, അല്ലെങ്കിൽ കോൺട്രാ എൻട്രിക്ക് ഉള്ളിൽ. ഓക്കെ, എന്തൊക്കെ കാരണത്താലാണ് കോൺട്രാ എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, സെയിൽസ് ഡേ ബുക്ക്, ദെൻ പർച്ചേസ് ഡേ ബുക്ക്. ഓക്കെ, സെയിൽസ് ഡേ ബുക്കാണ്. ഓക്കെ, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഇതാണ് ഡെഫിനിഷൻ ഓഫ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക്, എന്താണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ എന്താണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് 2 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. ദെൻ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ്, എന്തൊക്കെ കാരണത്താലാണ് ക്യാഷ് ബുക്കും ബാലൻസ് തമ്മിൽ ഡിഫറൻസ് വരുന്നത്, അപ്പോൾ അത് 5 മാർക്കിന് എഴുതാനായിട്ട് പഠിച്ചേക്കണം. പിന്നെ നമുക്കറിയാമല്ലോ എന്താണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും പഠിക്കണം. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th ചാപ്റ്റർ വരുന്നതാണ് മീനിങ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്താണ് പഠിക്കണം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ട്രയൽ ബാലൻസ് ഒക്കെ ആ പോയിന്റ്സ് പഠിച്ചാൽ കിട്ടും. കാരണം ഈ ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചേഴ്സ് 2 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ആ കറക്റ്റ് നമുക്ക് ഡാർക്കായിട്ട് എഴുതിയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, അത് മാത്രം പഠിച്ചാൽ മതിയാവും. ബട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിങ്ങിൻ്റെ ക്വാണ്ടിറ്റി, ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഇതിൽ കൂടെ പഠിക്കണം. എന്താണ് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സും കൂടി നോക്കിയാൽ പോയിന്റ്സ് മതി കേട്ടോ. ദെൻ ഇറേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറേഴ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇറേഴ്സിനെ പറ്റിയിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത്. അതുകൊണ്ട് നിങ്ങൾ ഇറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ടൈപ്സ് ഇറേഴ്സ് ഉണ്ട്, 1 മാർക്കിന് ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ 6th ചാപ്റ്റർ നമുക്ക് മനസ്സിലായിരിക്കും. 7th ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഡിപ്രീസിയേഷൻ എന്താണെന്ന് എഴുതാനായിട്ട് 2 മാർക്കിന് പഠിക്കുക. ദെൻ എന്തിനൊക്കെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് 2 മാർക്കിന് പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ പോയിന്റ്സ് എക്സ്പ്ലെയിൻ 2 മാർക്കിന് ചോദിക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ 3 മാർക്കിന്. ഓക്കെ, അങ്ങനെയൊക്കെ പോകത്തുള്ളൂ, കൂടുതൽ പോകത്തില്ല. ദെൻ കോസ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇത് 4 മാർക്കിന് പഠിച്ച് വെച്ചേക്കുക. ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ പഠിക്കുക കേട്ടോ. വെയർ ആൻഡ് ടയർ, പിന്നെ അങ്ങനെ ഒരുപാട് ടയർ, അതൊക്കെ പോലത്തെയൊക്കെ പഠിച്ച് വെക്കുക. ദെൻ ഡിഫൈൻ ചെയ്യാൻ ഡിപ്ലേഷനും അമോർട്ടൈസേഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കാൽക്കുലേഷൻ, ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിംഗ് മെത്തേഡും. ഓക്കെ, അപ്പോൾ ഇത് 2 പഠിക്കേണ്ടത്. ഓക്കെ, ബാക്കി മെത്തേഡ് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഇത് 2 പഠിച്ചാൽ മതി. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ പലപ്പോഴും വരുന്ന ഡിമിനിഷിംഗ് ആണ്. ഓക്കെ, ഏതായാലും ചില ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ പെർഫെക്റ്റ് അത് പഠിച്ച് വെച്ചിരിക്കുക. ചിലപ്പോൾ ഇതിൽ ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, അതുകൊണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഒരു എണ്ണിയാലും കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് മാക്സിമം അല്ലെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങാമെന്നുള്ള ഗ്യാരണ്ടി ഞാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ടേ, ഞാൻ അത് പഠിച്ചില്ലല്ലോ ഇത് പഠിച്ചില്ലല്ലോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ച് നോക്കിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക. വേറെ ഒന്നും നിങ്ങൾ
ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ ഷുവറായിട്ടും 100% ഷുവറായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിൻ്റെയൊക്കെ വീഡിയോസ് അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എക്കണോമിക്സ് ആണ് നമുക്ക് ആദ്യം വരുന്ന എക്സാം. എക്കണോമിക്സ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.